കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഇതുവരെയായിട്ട് ആദ്യം പ്ലാന്റുകളെ പറ്റി പഠിച്ചു. പിന്നെ നമ്മുടെ ആനിമൽസ് അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരിലുണ്ടാക്കുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന പല പല ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഗ്രന്ഥികളെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ എന്താണ് നമ്മുടെ ജൈവ ഘടികാരം അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡിനെ പറ്റി പഠിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഒരു ചെറിയ ഗ്ലാൻഡിനെ പറ്റിയായിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ ഗ്ലാൻഡായ തൈമസ് ഗ്ലാൻഡിനെ പറ്റി പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റ്യൂട്ടറി അതുപോലെ തന്നെ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ് നമ്മുടെ മൊത്തം ഈ പറയുന്ന ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്ന മാസ്റ്റർ ഗ്ലാൻഡുകളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, പഠിക്കാനായിട്ട് പോവുകയാണ്. സോ ആദ്യമായിട്ടാണ് നമ്മുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നോട്ട് ഉടനെ തന്നെ നമ്മുടെ ടെലഗ്രാം വാട്സപ്പ് ചാനലുകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിക്കവാറും ഈ ക്ലാസ് നിങ്ങൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ഏതാണ്ട് നോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തുടങ്ങുകയാണ് തൈമസ് ഗ്ലാൻഡ്. അപ്പോൾ നമുക്ക് അധികം വശമില്ലാത്ത, നമ്മളധികം കേട്ട് പരിചയമില്ലാത്ത ഒന്നാണ് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. എവിടെയാണ് കാണുന്നത്? നമ്മുടെ നെഞ്ചിൻ്റെ ഇവിടെ ഒരു എല്ലുണ്ട് അല്ലേ, നമ്മൾ ആ എല്ലിന് എന്ത് പറയും? സ്റ്റേണം എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റേണത്തിൻ്റെ അടിയിലായിട്ട് അല്ലെങ്കിൽ സ്റ്റേണത്തിൻ്റെ പിറകിലായിട്ട് കാണപ്പെടുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണ് എന്തെന്ന് പറയുന്നത് തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടി ലിംഫോസൈറ്റുകളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. എന്തുവാണ്? The hormone thymosin produced by the thymus gland help in the maturation of the T lymphocyte അല്ലേ. അപ്പോൾ തൈറോയിഡ് എന്ന് എപ്പോഴും മാറിപ്പോകും കേട്ടോ. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയിട്ടുള്ള തൈമോസിൻ അത് എന്തിനാ സഹായിക്കുന്നത്? ടി ലിംഫോസൈറ്റുകളുടെ വളർച്ചയെ സഹായിക്കും. അപ്പോൾ ഇതെങ്ങനെ ഓർത്തു വയ്ക്കാം? ഇത്രയേ ഉള്ളൂ, തൈമസ് ഇത്രയേ ഉള്ളൂ, തീർന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യത്തെ ആ വാക്കൊന്ന് ശ്രദ്ധിച്ചേ, തൈ അല്ലേ, തൈ. അപ്പോൾ തൈ എന്ന് വെച്ചാൽ എന്താ? ഈ വലിയ മരങ്ങളുടെയും ചെടികളുടെയൊക്കെ ചെറിയ കുഞ്ഞു ഫോമിനാണ് നമ്മൾ തൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിനെ വളർത്തിയെടുക്കണം. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൻ്റെ ജോലി എന്തുവാണ്? ഒന്നിനെ വളർത്തിയെടുക്കുക എന്നുള്ളത്. ആരെയാണ്? അതിലുമുണ്ട് ടി ഫോർ എന്താണ്? ടി ലിംഫോസൈറ്റ്. അപ്പോൾ ടി ലിംഫോസൈറ്റുകളെ വളർത്തിയെടുക്കുക. അപ്പോൾ തൈമസ് ഗ്രന്ഥി എന്ന പേര് നിങ്ങളുടെ മനസ്സിൽ കേൾക്കുമ്പോഴത്തേക്കും തൈ എന്ന് വെച്ചാൽ എന്തോ ചെറുതെന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഈ പറയുന്ന ആ ടി ലിംഫോസൈറ്റുകളാണ്. എന്താണത്? ടി ലിംഫോസൈറ്റുകളാണ്. ഒത്തിരി നമ്മൾ ചെറിയ തണ്ടും അത് രണ്ട് കുഞ്ഞില ടീ പോലെ ഇരിക്കുന്നത്. അപ്പോൾ ടി ലിംഫോസൈറ്റുകളുടെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ എന്താ ഇത് ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ തൈമോസിനാണ്. അപ്പോൾ അതിലും ഉണ്ട് തൈ. അപ്പോൾ തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ ടി ലിംഫോസൈറ്റുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ടി അത് ഓർത്തു വയ്ക്കാം. അപ്പോൾ തൈ എവിടെയാണ്? അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മസ് എന്ന് വെച്ചാൽ മനസ്സെന്ന് പറയുന്നത് നമ്മളെങ്ങനെ കൈവയ്ക്കുന്നത്? ഇങ്ങോട്ടല്ലേ. നമ്മുടെ മനസ്സെന്ന് പറയുമ്പോൾ ഇവിടെയല്ലേ. അപ്പം നമ്മുടെ നെഞ്ചിൻ്റെ ഈ പറയുന്ന സ്റ്റേണം എന്ന് പറയുന്ന എല്ലിൻ്റെ പുറകിലായിട്ട് കാണുന്ന ഒരു ചെറിയ ഗ്രന്ഥിയായിട്ടുള്ള തൈമസ് ഗ്രന്ഥി തൈമോസിൻ ഉൽപ്പാദിപ്പിക്കും. ആ തൈമോസിൻ എന്താണ്? ടി ലിംഫോസൈറ്റുകളുടെ വളർച്ചയെ സഹായിക്കും. മനസ്സിലാക്കണം, ടി ലിംഫോസൈറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ബോൺ മാരോയാണ്. ഈ ടി ലിംഫോസൈറ്റ് എന്താണെന്ന് അറിയാത്തവരുണ്ടോ? നമ്മളെ WBC ഇല്ലേടാ, നമുക്ക് ഇമ്മ്യൂണിറ്റി വരുന്ന WBC. ആ WBCയിൽ വരുന്ന ഒന്നാണ് എന്ത്? ടി ലിംഫോസൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ഇമ്മ്യൂണിറ്റി, അതുകൊണ്ടാണ് പ്രതിരോധം എന്ന് ഇവിടെ ഹെഡിങ് വന്നത് തന്നെ. അപ്പോൾ എന്തുവാണ്? ബിഹൈൻഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന WBCയിലുള്ള ടി ലിംഫോസൈറ്റുകൾ. ഈ ടി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ബോൺ മാരോയിലാണ്. എവിടെയാണ്? നമ്മുടെ എല്ലിൻ്റെ മജ്ജ അഥവാ ബോൺ മാരോയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിലും അതിൻ്റെ വളർച്ചയെ സഹായിക്കാനായിട്ട് തൈമോസിൻ വേണം. ആ തൈമോസിനെ ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? അത് തൈമസ് ഗ്ലാൻഡ് ആണ്. അപ്പോൾ മനസ്സിൽ ഓർത്ത് വയ്ക്കാമല്ലോ, തൈമോസിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ തൈ എന്ന് വെച്ചാൽ എന്തോ ചെറുതെന്ന് വെച്ചാൽ ആരാണ്? ഈ പറയുന്ന ടി ലിംഫോസൈറ്റ് ആണ്. അതിനെ വളർത്തിയെടുക്കേണ്ട ജോലി ആർക്കാണ്? തൈമോസിൻ ഉൽപ്പാദിപ്പിക്കുന്ന തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അപ്പോൾ ഫുൾ തൈയുടെ കളിയാണ് അല്ലേ. അപ്പോൾ തൈപ്പൂയ കവടിയാട്ടം ഏതോ സിനിമയിൽ സലീംകുമാർ പറഞ്ഞ പോലെ എല്ലാം തൈയുടെ കളികളാണ് അല്ലേ. അപ്പോൾ തൈമസ് ഗ്ലാൻഡിൻ്റെ തൈമോസിൻ ടി ലിംഫോസൈറ്റുകൾ എന്ത് ചെയ്യും? വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. വളർത്തിയെടുക്കാനാണ് ഹെൽപ്പ് ഇൻ ദ മെച്യൂറേഷൻ. വളർന്ന് മെച്യൂർ ആവാനായിട്ട് സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ചെറിയ ഭാഗം ഇപ്പം നിങ്ങൾക്ക് സെറ്റായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയാണ് നമ്മുടെ പലർക്കും സംശയമുള്ള ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറിയും മാസ്റ്റർ കൺട്രോളും ഒക്കെ വരുന്നത്. അപ്പം ഞാൻ ആദ്യം എൻ്റേതായ ഒരു രീതിയിലൊന്ന് പറഞ്ഞു തരാൻ ശ്രമിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറയുന്നത് ഈ പറയുന്ന ഹൈപ്പോതലാമസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. ഇവിടെ പഠിച്ചു ബിഹൈൻഡ് സെൻസേഷൻസിനകത്ത് നമ്മൾ ആരെ പറ്റി പഠിച്ചു? ഹൈപ്പോതലാമസിനെ പറ്റി പഠിച്ചു അല്ലെ. ഹോമിയോസ്റ്റാറ്റിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്ന ഹൈപ്പോതലാമസ്. അപ്പോൾ നമ്മൾ ബ്രെയിൻ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആര് കാണുന്നത്? ഹൈപ്പോതലാമസ് കാണുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം, പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേട്ടാൽ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് പച്ചവെള്ളം പോലെ ഞാൻ സെറ്റാക്കി തരും. അപ്പോൾ ഓർത്തോ, എന്തുവാണ്? നമ്മുടെ ബ്രെയിനിൻ്റെ ഈ പറഞ്ഞ ഒരു കഷ്ണം മുറിച്ച് മാറ്റിയാൽ അതിൻ്റെ നടുവശത്തായിട്ട് കാണുന്ന ചെറിയൊരു ഭാഗമാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോതലാമസിൻ്റെ താഴെയായിട്ട് എന്തുവാണ്? ഹൈപ്പോതലാമസിന് താഴെയായിട്ട് ഇങ്ങനെ രണ്ട് സാക്കുകൾ പോലെ കാണുന്ന, ഇങ്ങനെ രണ്ട് സാക്കുകൾ പോലെ കാണുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത്?
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയും. എന്തെന്ന് പറയുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുവാണ്? നമ്മുടെ ഈ പറയുന്ന ബ്രെയിനിൻ്റെ നടുക്കുള്ള ഹൈപ്പോതലാമസ്. ഈ ഹൈപ്പോതലാമസ് ആണ്, ഈ ഒരു റീജിയനാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസിന് താഴെയായിട്ട് തൂങ്ങിക്കിടക്കുന്ന രണ്ട് ഈ പറയുന്ന ചാക്ക് പോലെ ഇരിക്കുന്ന സാധനം. ഓക്കെ, മറ്റെന്തെങ്കിലുമായിട്ടൊക്കെ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ യാദൃശ്ചികം മാത്രമായിരിക്കും. കാരണം ഇത് പഠിപ്പിക്കുമ്പോൾ എല്ലാ തവണയും പിള്ളേർ കുറേ ചിരിക്കാറുണ്ട്. നിങ്ങളും കുറേ എണ്ണം മനസ്സിൽ ചിരിച്ചിട്ടുണ്ടാവും. അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇങ്ങനെ ഒരു സാക്ക് പോലത്തെ രണ്ട് ഭാഗങ്ങളുണ്ടാവും. ഇതിൻ്റെ പേരാണ് എന്ത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇതിൻ്റെ പേരാണ് എന്ത്? PITUITARY, പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ശരീരത്തിലെ മറ്റെല്ലാ ഗ്ലാൻഡുകളെയും കൺട്രോൾ ചെയ്യുന്നത്. സോ എന്താ പരിപാടി നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നമ്മളിങ്ങനെ എടുത്തൊന്ന് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഇരിക്കും. ഇവിടെയായിട്ട് കുറേ ഭാഗങ്ങളുണ്ട്. ഇതാണ് ഹൈപ്പോതലാമസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഈ ഹോർമോണുകളെ താഴേക്ക് എത്തിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഹൈപ്പോതലാമസ് ഇവിടെ ഇരിക്കുവാണ്. സോ പഠിച്ചോ, ഹൈപ്പോതലാമസ് എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കും? ഹൈപ്പോതലാമസ് പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് പഠിച്ചു. എന്തൊക്കെയാണ്? റിലീസിങ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും, ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും, വാസോപ്രസിനെ ഉൽപ്പാദിപ്പിക്കും, ഓക്സിടോക്സിനെ ഉൽപ്പാദിപ്പിക്കും, പ്രൊഡ്യൂസ് ചെയ്യും. ശ്രദ്ധിച്ചോളണം, ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കും? 4 കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കും. റിലീസിങ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും, ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കും, വാസോപ്രസിൻ എന്ന ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കും, ഓക്സിടോക്സിനെ ഉൽപ്പാദിപ്പിക്കും. വാസോപ്രസിനെ ADH എന്നും പറയും. ഓക്കെ, ADH എന്നും പറയും. 4 പേരെ ഉൽപ്പാദിപ്പിക്കും. നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ശ്രദ്ധിക്കുക, ഇതിലാദ്യം നമ്മുടെ ഈ പറയുന്ന താഴെ കാണുന്ന ഈ 2 സാക്ക് പോലെ കാണുന്ന ഭാഗമാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് ഞാൻ പറഞ്ഞു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗമാണ് ഉള്ളത്. ഓക്കെ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ഭാഗമാണ് ഉള്ളത്. ഓക്കെ, ഒരു ആൻറ്റീരിയർ ലോബും ഉണ്ട്, ഒരു പോസ്റ്റീരിയർ ലോബും ഉണ്ട്. ഒരു ആൻറ്റീരിയർ ലോബും ഉണ്ട്, പോസ്റ്റീരിയർ ലോബും ഉണ്ട്. അപ്പോൾ ഈ വലതുവശത്ത് കാണുന്നതിന് ഞാൻ എന്ത് വിളിച്ചു? ആൻറ്റീരിയർ ലോബ് എന്ന് വിളിച്ചാൽ ഇടതുവശത്തിനുള്ള ഞാൻ പോസ്റ്റീരിയർ എന്ന് വിളിച്ചു. ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇവിടെ ഈ വലതുവശത്ത് പോസ്റ്റീരിയർ എന്നാണ് ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പ്രിന്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ആ പടം വെച്ച് നോക്കുമ്പോൾ അത് തെറ്റ് ചെയ്യുമോ എന്ന് എനിക്ക് സംശയം. എൻ്റെ സംശയം മാത്രമാണ്, മനസ്സിലാക്കുക. ഓക്കെ, തൽക്കാലം നിങ്ങൾ ഈ ഒരു ഓർഡറിൽ ഈ പടത്തിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട, നിങ്ങൾ ലോബിനെ പറ്റി അങ്ങ് ചിന്തിച്ചാൽ മതി, കൺഫ്യൂഷൻ അടിക്കേണ്ട. അപ്പോൾ ഇടതുവശത്ത് കാണുന്നത് ഞാൻ പറയുന്നു പോസ്റ്റീരിയർ ലോബ്, വലതുവശത്ത് കാണുന്നത് ആൻറ്റീരിയർ ലോബ്. ഞാൻ പറഞ്ഞു ശരി. എന്താണ് ഇതിൻ്റെ ജോലി? ഞാൻ ഈ ഇടതുവശത്ത് പറഞ്ഞേക്കുന്ന 2 ഹോർമോണുകൾ വാസോപ്രസിനും ഓക്സിടോക്സിനും ഉൽപ്പാദിപ്പിക്കുന്നത് ഹൈപ്പോതലാമസ് ആണെങ്കിലും അതിനടുത്ത് വച്ചുകൊണ്ടിരിക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ എന്ത് പറ്റും? അതിനെ പതുക്കെ എങ്ങോട്ട് കൊണ്ടുപോകും? ഈ പറയുന്ന പോസ്റ്റീരിയർ ലോബിലാണ് അത് സൂക്ഷിക്കുന്നത്. അപ്പോൾ വാസോപ്രസിനും ഓക്സിടോക്സിനും ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കും. എവിടെ സ്റ്റോർ ചെയ്യും? ഈ പറയുന്ന പോസ്റ്റീരിയർ ലോബിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ പോസ്റ്റീരിയർ ലോബ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യൂല, സെക്രീറ്റ് ചെയ്യൂല. ഓക്കെ, അതെന്ത് ചെയ്യും? റിലീസ് ചെയ്യേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന എന്തുവാണ്? പോസ്റ്റീരിയർ ലോബ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. പാപ്പാവ് ചോർത്ത് വെച്ചാൽ മതി. പോസ്റ്റീരിയർ ലോബ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. പിന്നെ എന്താണ്? ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഓക്സിടോക്സിനെയും വാസോപ്രസിനെയും കൊണ്ടുവരികയാണുള്ള ജോലി. സൂക്ഷിച്ചു വെച്ചേക്കും. ഇനി എന്താണ് റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഹോർമോൺ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കും. പേര് നമുക്ക് പഠിക്കേണ്ട. ഇതെവിടെ വരും? പിറ്റ്യൂട്ടറിയിൽ വന്നിട്ട് പിറ്റ്യൂട്ടറിയുടെ അടുത്ത് കുറച്ച് ആൾക്കാരെ റിലീസ് ചെയ്യാൻ പറയും. ആരെയൊക്കെ? TSH അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ACTH അഥവാ അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺസ്, GTH അഥവാ ഗൊണാഡോട്രോഫിക് ഹോർമോൺസ്, അതുപോലെ സൊമാറ്റോട്രോഫിൻസ് എന്ന് പറയുന്ന 4 എണ്ണത്തിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ആൻറ്റീരിയർ ലോബ് തന്നെയാണ്. പക്ഷേ ആൻറ്റീരിയർ ലോബിൻ്റെ അടുത്ത് അതിനെ ഉൽപ്പാദിപ്പിക്കാൻ പറയുന്നത് റിലീസിങ് ഹോർമോണാണ്. ഇനി അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്ന ഇൻഹിബിറ്റിംഗ് ഹോർമോണാണ്. അത് 2 ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കും. ഒന്ന് കൺഫ്യൂഷൻ വന്ന് കാണും, ശ്രദ്ധിച്ച് കേൾക്കുക. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് പിറ്റ്യൂട്ടറിയെ ഏതാണ്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 2 ഗ്ലാൻഡുകളാണ്. ഹൈപ്പോതലാമസ് 4 സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും: വാസോപ്രസിൻ, ഓക്സിടോക്സിൻ, റിലീസിംഗ് ഹോർമോൺ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺ. റിലീസിംഗ് ഇൻഹിബിറ്റിംഗ് കുറേ എണ്ണം ഉണ്ട്, പേര് നമുക്ക് പഠിക്കേണ്ട, അത് നിങ്ങൾ MBBS ഒക്കെ എടുത്ത് പോകുമ്പോൾ പഠിച്ചാൽ മതി. വാസോപ്രസിൻ, ഓക്സിടോക്സിൻ, റിലീസിംഗ്, ഇൻഹിബിറ്റ്. അതിൽ വാസോപ്രസിനും ഓക്സിടോക്സിനും അല്ലെങ്കിൽ ഓക്സിടോക്സിനും വാസോപ്രസിനും ഉൽപ്പാദിപ്പിക്കുന്ന ഹൈപ്പോതലാമസ് പക്ഷേ സ്റ്റോർ ചെയ്യുന്നത് പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ പോസ്റ്റീരിയർ ലോബിൽ ഇവിടുന്ന് എന്ത് ചെയ്യും? പോസ്റ്റീരിയറിലോട്ട് വരും, ഇവിടെ സ്റ്റോർ ചെയ്യും. ആവശ്യമായപ്പോൾ ഇവിടുന്ന് അതങ്ങോട്ട് റിലീസ് ചെയ്ത് കൊടുത്തോളും, ബ്രെയിൻ പറയുന്നത് അനുസരിച്ച്. അടുത്ത റിലീസിങ് ഹോർമോണുകൾ എന്ന് പറയുന്ന കുറേ ഹോർമോണുകൾ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അതെവിടെ പോവും? ആൻറ്റീരിയർ ലോബിൽ പോയിട്ട് ഈ പറയുന്ന പിറ്റ്യൂട്ടറിയുടെ അടുത്ത് പറയും ആരെ റിലീസ് ചെയ്യാൻ? ഈ പറയുന്നവന്മാരെ റിലീസ് ചെയ്യാൻ. ആരൊക്കെയാണ്? 4 പേര്. TSH, T ഫോർ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. പേരിൽ തന്നെ കിട്ടി. തൈറോയിഡ് ഗ്രന്ഥിയെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്നുള്ള പറയുന്ന ഈ തൈറോക്സിനും കാൽസിറ്റോണൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ കൺട്രോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക.
ACTH അഡ്രീനോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺസ് ഒക്കെ നമ്മൾ പഠിച്ചു. അഡ്രീനൽ ഗ്ലാൻഡ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. GTH എന്ന് വെച്ചാൽ ഗൊണാഡോ ട്രോഫിക് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ ഈ പറയുന്ന ഓവറികളിലും പുരുഷന്മാരുടെ ടെസ്റ്റിസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പുരുഷ സ്ത്രീ ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതാണ് GTH. എന്നാൽ സൊമാറ്റോട്രോഫിൻസ് എന്ന് വെച്ചാൽ ഗ്രോത്ത് ഹോർമോൺസ്, വളർച്ചയെ സഹായിക്കുന്ന ഹോർമോൺസ്. ഇത് എത്രത്തോളം ഉൽപ്പാദിപ്പിക്കണമെന്ന് ഈ പറയുന്ന ആൻറ്റീരിയറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ റിലീസിങ്, അത് നിർത്താൻ പറയുന്നത് ആരാണ്? ഇൻഹിബിറ്റിങ്. ഇതാണ് സംഭവം. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കിട്ടും. ആ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ കണ്ടിട്ട് എനിക്ക് തന്നെ ഒന്നും പറ്റും. ഇത് കേട്ടിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ചെറിയ ഒരു കാര്യം കൂടി നോക്കാം. വാസോപ്രസിൻ ജോലി എന്താണ്? വാസോപ്രസിന് മറ്റൊരു പേരാണ് ADH എന്ന് വെച്ചാൽ എന്താ? ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോൺ. അപ്പോൾ ഡൈയൂററ്റിക്, യൂർ എന്ന് പറയുമ്പോൾ യൂറിനുമായിട്ട് ബന്ധപ്പെടാം. ആൻറ്റി യൂറിൻ എന്ന് ഓർത്ത് വയ്ക്കുക എന്ന് വെച്ചാൽ യൂറിൻ പ്രൊഡക്ഷനെ കുറയ്ക്കും. അതായത് കിഡ്നിയിൽ നിന്നും വെള്ളത്തിനെ റീ അബ്സോർവ് ചെയ്യാൻ പറയുന്ന ആൾക്കാർ, എന്ന് വെച്ചാൽ രക്തത്തിലൂടെ തിരിച്ചു പിടിക്കാൻ പറയുന്ന ആൾക്കാരാണ് വാസോപ്രസിൻ. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. പിന്നെ വരുന്ന ഓക്സിറ്റോക്സിൻസ് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വേണ്ടി വരുന്നത്. ലാക്ടേഷൻ, അതായത് നമ്മൾ മുലപ്പാൽ ഉണ്ടാകുന്ന കാര്യത്തിലും കോൺട്രാക്ഷൻ ഓഫ് മസിൽ, സോഫ്റ്റ് മസിൽസ് ഓഫ് യൂട്രസിലെ മസിലുകൾ, യൂട്രസ് അറിയാമല്ലോ, നിങ്ങളൊക്കെ പണ്ട് കിടന്ന ഗർഭപാത്രമൊക്കെ ഇരിക്കുന്ന യൂട്രസിൻ്റെ ഭാഗത്ത് മസിലുകൾ കോൺട്രാക്ട് ചെയ്യാനും ആര് സഹായിക്കും? ഓക്സിറ്റോക്സിൻ സഹായിക്കും. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ കൂടെ എന്താണ്? പ്രോലാക്റ്റിൻ കൂടെ ഞാനിവിടെ ആഡ് ചെയ്യാൻ മറന്നുപോയി. ഓക്കെ, പ്രോലാക്റ്റിൻ കൂടെ ആര് ഉൽപ്പാദിപ്പിക്കും? ആൻറ്റീരിയർ ലോബ് ഉൽപ്പാദിപ്പിക്കും കേട്ടോ, അതുകൂടി പറയാൻ മറന്നുപോയി. പ്രോലാക്റ്റിനും കൂടെ ഉൽപ്പാദിപ്പിക്കും. ഓക്കെ, ഇതാണ് സത്യത്തിൽ ആരുടെ ജോലി? ഹൈപ്പോതലാമസ്, അതുപോലെ പിറ്റ്യൂട്ടറിയുടെ ജോലി. ഒറ്റ സെറ്റിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നോക്കി, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരുമെന്ന് ഞാൻ ആദ്യം മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്ക് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മാസ്റ്റർ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി. മലയാളത്തിലും ഇംഗ്ലീഷിലും വാക്കുകളൊന്നും മാറ്റമില്ല. അപ്പോൾ ഇത് രണ്ടുപേരും കൂടി ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ കാണുന്ന ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്? പിറ്റ്യൂട്ടറിയുടെ ഭാഗം. അപ്പോൾ പിറ്റ്യൂട്ടറി എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കും? വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ എന്നിവ ഉൽപ്പാദിപ്പിക്കും. അതുപോലെ നോക്കടാ, ന്യൂറോ സെക്രീറ്റ് കോശങ്ങൾ എന്ന് പറയുന്ന കോശങ്ങൾ. എന്തുകൊണ്ട്? ന്യൂറോ സെക്രീറ്റ് കോശങ്ങൾ അവർ ഉൽപ്പാദിപ്പിക്കുന്നതാണ് എന്തൊക്കെ? ഈ പറയുന്ന റിലീസിങ് ഹോർമോണുകളും ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളും പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുന്ന 4 എണ്ണം പഠിച്ചു. ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ, റിലീസിങ്, ഇൻഹിബിറ്റ്. ഓക്സിറ്റോക്സിൻ, വാസോപ്രസിൻ, റിലീസിങ്, ഇൻഹിബിറ്റ്. ഓക്കെ അല്ലേ? ഇനി നോക്ക്, വാസോപ്രസിനും ഓക്സിറ്റോക്സിനും നെർവുകളിലൂടെ എവിടെ എത്തുന്നു? പിറ്റ്യൂട്ടറിയുടെ പിൻതളത്തിൽ അല്ലെങ്കിൽ എന്താണ്? പോസ്റ്റീരിയർ ലോബിൽ എത്തുന്നു. പിൻതളത്തിൽ അല്ലെങ്കിൽ പോസ്റ്റീരിയർ ലോബിൽ എത്തുന്നു. പിൻതളം, പോസ്റ്റീരിയർ, പാപ്പ വെച്ച് ഓർക്കാം. ഇനി റിലീസിങ് ഹോർമോണുകൾ എന്താണ്? പോർട്ടൽ സിരയാണ്. പോർട്ടൽ വെയിൻ പെട്ടെന്ന് കണ്ട പിടിക്കിട്ടില്ല, സോറി. അപ്പോൾ റിലീസിങ് ഹോർമോൺ എന്ത് പറ്റും? പോർട്ടൽ സിര അഥവാ പോർട്ടൽ വെയിൻ വഴി എന്ത് ചെയ്യും? ആൻറ്റീരിയർ അഥവാ മുൻതളത്തിലെത്തും. ട്രോഫിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയാണ് ഇവരുടെ ജോലി. ആ ട്രോഫിക് ഹോർമോൺസ് ആണ് ഏതൊക്കെ? TSH, ACTH, സൊമാറ്റോട്രോഫിൻസ്, തൊട്ട് താഴെ കിടക്കുന്ന ഏതാണ്? GTHും പ്രോലാക്റ്റിനും. കണ്ടോ, ഇതാണ് ഇവിടെ ആണ് ടെക്സ്റ്റ് ബുക്ക്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്. ഇവിടെയും പോസ്റ്റീരിയർ എന്ന് തന്നെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഇത് ആൻറ്റീരിയർ ആയിട്ടാണ് വരുന്നത്. സോ അത് മനസ്സിലായിക്കൊള്ളാം. ഓക്കെ, അതാണ് സംഭവം. അപ്പോൾ പിടി കിട്ടിയോ? ഇനി ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി നോക്കിയോ, പിറ്റ്യൂട്ടറിയുടെ പിൻതളം എന്താണ്? വാസോപ്രസിനും ഓക്സിറ്റോക്സിനും ആവശ്യഘട്ടത്തിൽ എന്തിനു സ്രവിക്കുന്നു എന്ന് വെച്ചാൽ റിലീസ് ചെയ്യും. സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് എപ്പോഴാണോ ചോദിക്കുന്നത് അപ്പോൾ എന്ത് പറ്റും? റിലീസ് ചെയ്ത് കൊടുക്കുന്നതാണ് ആരുടെ ജോലി? ഈ പറയുന്ന പോസ്റ്റീരിയർ ലോബിൻ്റെ ജോലി. അത് വാസോപ്രസിൻ എന്ത് ചെയ്യും? വൃക്കകൾ ജലത്തിൻ്റെ പുനരാഗീരണീകരണം എന്ന് വെച്ചാൽ തിരിച്ചു വലിക്കുന്നു ബ്ലഡിലോട്ട്. ഓക്സിറ്റോക്സിൻ എന്ത് ചെയ്യും? പാൽ ചുരത്തൽ, ലാക്ടേഷൻ, മിനുസപേശികളുടെ സങ്കോചം, സോഫ്റ്റ് മസിൽസിൻ്റെ സങ്കോചം. ഇംഗ്ലീഷും കൂടി പറഞ്ഞുതരാം കേട്ടോ. അടുത്ത് നമ്മുടെ ഈ പറയുന്ന എന്താണ്? ട്രോഫിക് ഹോർമോണുകൾ ഏതൊക്കെയാണ്? TSH തൈറോയിഡ് ഗ്രന്ഥിയെ ഉത്തേജിപ്പിക്കും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ACTH എന്താണ്? ഇത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്, ട്രയാങ്കിൾ ഷേപ്പിക്കുന്ന അഡ്രീനോ കോർട്ടിക്കോ ട്രോഫിക് ഹോർമോൺസ് അഡ്രീനൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കുന്നു. GTH ഒക്കെ എന്താണ്? ഗൊണാഡോട്രോഫിക്. അതിന് ഗ്രോത്ത് എന്ന് പറയല്ലേ, തെറ്റിപ്പോകും. ഗ്രോത്ത് സൊമാറ്റോട്രോഫിനാ. ഗൊണാഡോട്രോഫിക് ഹോർമോൺസ്. ഗൊണാഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടാശയം, വൃഷണം, അണ്ടാശയം എന്ന് വെച്ചാൽ ഓവറി, വൃഷണം എന്ന് വെച്ചാൽ ടെസ്റ്റിക്കിൾ എന്നിവയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. സൊമാറ്റോട്രോഫിൻസ് എന്താണ്? ശരീര വളർച്ചയെ സഹായിക്കുന്നു. പ്രോലാക്റ്റിൻ, ഇതാണ് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, മുലപ്പാലിൻ്റെ ഉൽപ്പാദനത്തിന് സഹായിക്കുന്ന സംഭവം. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. കിട്ടി കാണുമോ? അപ്പോൾ നോക്കിയോ, ഹൈപ്പോതലാമസ് അതിൻ്റെ പിറ്റ്യൂട്ടറി എന്താണ്?
യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ റോൾ ഓഫ് ഹൈപ്പോതലാമസ് ആൻഡ് ഹോമിയോസ്റ്റാസിസ് ബിഹൈൻഡ് സെൻസേഷന് പഠിച്ചു. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഹൈപ്പോതലാമസിന് താഴെയാണ് കാണുന്നത്. ഇത് മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളുടെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുകയാണ് ഇവരുടെ പരിപാടി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് 2 ലോബുണ്ട്, പോസ്റ്റീരിയർ ലോബുണ്ട്, ആൻറ്റീരിയർ ലോബുണ്ട്. ഇവിടെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോകുമ്പോൾ കണ്ടു ഇവിടെ പോസ്റ്റീരിയർ ലോബ് എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തെറ്റിയതാണെന്ന് അറിഞ്ഞോളൂ. ഇത് ആൻറ്റീരിയർ ലോബ് വരണമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നോക്കിയോ, ഫംഗ്ഷൻസ് ഒന്നുകൂടി പറയുമ്പോൾ സെറ്റ് ആവുമല്ലോ. അപ്പോൾ ഹൈപ്പോതലാമസിന് തൊട്ട് താഴെ ഇരിക്കുന്ന ആരാണ്? പിറ്റ്യൂട്ടറി. ഹൈപ്പോതലാമസ് എന്തിനൊക്കെ ഉൽപ്പാദിപ്പിക്കും? വാസോപ്രസിൻ, ഓക്സിറ്റോക്സിൻ. അതുപോലെ തന്നെ 2 ആൾക്കാർ റിലീസിങ് ഹോർമോൺ, ഇൻഹിബിറ്ററി ഹോർമോണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂറോ സെക്രട്ടറി സെല്ലുകളാണെന്നുള്ളതും കൂടി മറക്കാതെ പഠിച്ചു വയ്ക്കുക. ന്യൂറോ സെക്രട്ടറി, നെർവുകളെ കൺട്രോൾ ചെയ്യുന്ന സെക്രട്ടറി ഓർത്ത് വെച്ചു. അതിൽ വാസോപ്രസിൻ, ഓക്സിറ്റോക്സിനും ഉൽപ്പാദിപ്പിക്കുമെങ്കിലും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? പോസ്റ്റീരിയർ ലോബിലാണ്. അപ്പോൾ ഇവിടെ തന്നെയല്ലേ പോസ്റ്റീരിയർ വരേണ്ടത്? ലൊക്കേഷൻ ഒന്ന് നോക്കണം. അടുത്ത് റിലീസിങ് ഹോർമോണുകൾ എന്ത് പറ്റും? അത് ശ്രദ്ധിക്കണം. അത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കും. അതിവിടെ സ്റ്റോർ അല്ല. ഏത്? ആൻറ്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി സ്റ്റോർ അല്ല ചെയ്യുന്നത്. അത് ആൻറ്റീരിയർ ലോബിൽ വന്നിട്ട് ആൻറ്റീരിയർ ലോബിൻ്റെ അടുത്ത് പറയും ഈ പറയുന്ന ട്രോഫിക് ഹോർമോണുകളെ സെക്രറ്റ് ചെയ്യും. റിലീസിങ് ഹോർമോൺ റീച്ചസ് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ആൻഡ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ട്രോഫിക് ഹോർമോൺസ്. അടുത്ത് നിർത്തേണ്ട സമയമാകുമ്പോൾ ഇൻഹിബിറ്ററി ഹോർമോണുകളും കയറി വരും. സെറ്റല്ലേ? തീർന്നു. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. അപ്പോൾ അതിനകത്ത് പോസ്റ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഓക്സിറ്റോക്സിനെയും അതുപോലെ എന്താണ് ഈ പറയുന്ന വാസോപ്രസിനെയും സെക്രേറ്റ് ചെയ്യും എപ്പോൾ? ആവശ്യമുള്ളപ്പോൾ. അതിൽ ADH എന്ന് വെച്ചാൽ വാസോപ്രസിൻ തന്നെയാണ്, മാറിപ്പോകല്ല. ഇത് വേറൊന്നും വിചാരിക്കില്ല. ആൻറ്റി ഡയോററ്റിക് ഹോർമോൺ വാസോപ്രസിൻ എന്ന് പഠിച്ചു പോയി. കിഡ്നിയിൽ നിന്ന് വെള്ളത്തിന് തിരിച്ച് പുനരാഗീകരണം എന്ന് വെച്ചാൽ രക്തത്തിലോട്ട് വെള്ളത്തിനെ കൊണ്ടുവരും. ഓക്സിറ്റോക്സിൻ ലാക്ടേഷൻ അഥവാ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, കോൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽസ്. അപ്പോൾ ഇവിടെ പ്രൊലാക്റ്റിനും പങ്കുണ്ട് കണ്ടോ. അപ്പോൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഏതാണ്? പാലുൽപാദനത്തിൽ. അടുത്ത് നമ്മളെ ഈ പറയുന്നത് എന്തുവാണ്? ട്രോഫിക് ഹോർമോൺസിൽ വരുന്നതാണ് ഏതൊക്കെ? TSH ഫുൾ ഫോം പഠിച്ചോളം. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ തൈറോയിഡ് ഗ്ലാൻഡ് ടു പ്രൊഡ്യൂസ് തൈറോക്സിൻ. അഡ്രീനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ സ്റ്റിമുലേറ്റ് ദ അഡ്രീനൽ കോർട്ടെക്സ്, അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ. ഗൊണാഡോട്രോഫിക് ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ദ ആക്ഷൻ ഓഫ് ഓവറി ആൻഡ് ടെസ്റ്റിക്കിൾസ്. ഓവറിയിൽ നിന്ന് ഈ പറയുന്ന ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോണും, ടെസ്റ്റിക്കിളിൽ നിന്ന് ടെസ്റ്റോസ്റ്റെറോൺ, പുരുഷന്റെ ഹോർമോൺ. സൊമാറ്റോട്രോഫിൻ വളർച്ചയെ സഹായിക്കുന്നു. പ്രൊലാക്റ്റിൻ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. സെറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സിന് പറയാൻ പറ്റൂലേ? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പാർട്സ് ഏതൊക്കെ? ആൻറ്റീരിയർ, പോസ്റ്റീരിയർ ലോബ്. ദ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആൻഡ് ദ റിലേഷൻഷിപ്പ് വിത്ത് ഹൈപ്പോതലാമസ്. പോസ്റ്റീരിയർ ആണെങ്കിൽ സ്റ്റോർ ചെയ്യും, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യൂല. ആൻറ്റീരിയർ ആണെങ്കിൽ എന്ത് പറ്റും? ഈ പറയുന്ന റിലീസിങ് ഹോർമോൺസ് വരുമ്പോൾ പ്രൊഡക്ഷൻ ചെയ്യും. നോട്ട് ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. ദ ഹോർമോൺ ദാറ്റ് റീച്ച് ദ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ ഫംഗ്ഷൻ ഏതൊക്കെയാണ്? റിലീസിങ് ഹോർമോണുകളും അതുപോലെ എന്താണ് ഇൻഹിബിറ്റിംഗ് ഹോർമോണുകളും. അവരെന്ത് ചെയ്യും? ഈ ട്രോഫിക് ഹോർമോണുകളുടെ പ്രൊഡക്ഷനെ ഉത്തേജിപ്പിക്കും. ദ ഹോർമോൺ ദാറ്റ് റീച്ച് ദ പോസ്റ്റീരിയർ ലോബ് ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിനും വാസോപ്രസിനും. ഓക്സിറ്റോക്സിൻ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വാസോപ്രസിൻ യൂറിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആയിട്ട് ഇതിന്റെ ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏത് പറയുന്ന 4 ഹോർമോണുകളും അതിന്റെ ഫംഗ്ഷൻസ് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കൂലേ? സാധിക്കും. നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോട്ട് ഞാൻ തൽക്കാലം വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പിക്ചർ മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ഇതാ നോക്കിയോ. സോറി, നോട്ട് കുറച്ച് താഴെ കിടക്കുകയാണ്. ഇതാണ് കണ്ടോ. ഇതാ തൈമസ് ഗ്ലാൻഡിന്റെ നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. തൈമസ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻസും പറയുന്നുണ്ട്. T ലിംഫോസൈറ്റുകൾ അത് WBC എന്നാണെന്നുള്ളതൊക്കെ ഞാൻ നോട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈപ്പോതലാമസും പിറ്റ്യൂട്ടറി മാസ്റ്റർ ഗ്ലാൻഡും അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, അത് എന്ത് കൺട്രോൾ മെക്കാനിസമാണ് ചെയ്യുന്നത്, ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുക്കാം. അടുത്ത് വരുന്നത് എന്തുവാണ്? ആൻറ്റീരിയർ ലോബിന്റെ പരിപാടി എന്താണ്, ഏതൊക്കെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു, അതിന്റെ ഫുൾ ഫോം എല്ലാം, വർക്ക്, ഫംഗ്ഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പോസ്റ്റീരിയർ ലോബ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ പറയുന്ന ADHും ഓക്സിറ്റോക്സിനും ഒക്കെ എന്താ ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നു, അത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗ്രോത്ത് ഹോർമോണുകളെ പറ്റിയിട്ട്. ഓക്കെ, എന്തുവാണ് ഗ്രോത്ത് ഹോർമോൺസ് അഥവാ വളർച്ചയ്ക്കു പിന്നിൽ നമ്മുടെ ശരീരം എത്രത്തോളം വളരണം. അതായത് നമ്മുടെ ശരീരത്തിൽ 2 തരം സെൽ ഡിവിഷൻ ഉണ്ട്. ഓക്കെ, മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. ഓക്കെ, മൈറ്റോസിസും ഉണ്ട്, മിയോസിസും ഉണ്ട്. നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ അല്ലേ നമ്മൾ പാർട്സ് ഓഫ് എവല്യൂഷനിലാണോ അതോ ബിഹൈൻഡ് സെൻസേഷൻ, പാർട്സ് ഓഫ് എവല്യൂഷനിൽ തന്നെയാണ് അല്ലേ പഠിച്ചത്. എന്ത് പഠിച്ചത്? ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ഗ്യാമേറ്റുകൾ ഉണ്ടാകുന്ന റിഡക്ഷൻ ഡിവിഷനെ പറ്റി പഠിച്ചില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മിയോസിസിനെ പറ്റിയാണ്, മൈറ്റോസിസിനെ പറ്റിയാണ്.
അപ്പോൾ മൈറ്റോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ഡിവിഷൻ എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ, പ്രോട്ടീനുകൾ പറയുന്ന അനുസരിച്ച് DNA സെല്ല് ഉൽപ്പാദിപ്പിക്കും. ആ സെല്ല് ചേർന്ന് ടിഷ്യൂ ചേർന്ന് അല്ലെ ഓർഗൻ ചേർന്ന് ഓർഗൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ചെറിയ നമ്മുടെ കൊച്ചമ്മയുടെ വയറ്റിനകത്ത് നമ്മൾ ചെറിയൊരു കോശമായിട്ട് എടുത്തിട്ട് നമ്മൾ വളർന്നു നിന്നിട്ട് ഈ രൂപത്തിലായില്ലേ. അപ്പോൾ അതിന് പിന്നിൽ സെൽ ഡിവിഷൻ. ഈ സെൽ ഡിവിഷൻ എത്രത്തോളം നടക്കണമെന്ന് പറയുന്ന ഹോർമോണാണ് സൊമാറ്റോട്രോഫിൻ അഥവാ ഗ്രോത്ത് ഹോർമോൺ. അപ്പോൾ എന്ത് പറ്റും? അത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ വളർച്ച കുറച്ച് കൂടും, ഉൽപ്പാദനം കുറഞ്ഞാൽ വളർച്ച കുറയുകയും ചെയ്യും. അപ്പോൾ സൊമാറ്റോട്രോഫിൻസ് ആണ് എന്താണ്? ഗ്രോത്ത് റെഗുലേറ്റിംഗ് ഹോർമോൺ. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ആണ്. അല്ല, ഇതൊരിക്കലും ഹൈപ്പോതലാമസ് എന്ന് പറയരുത്. ഹൈപ്പോതലാമസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പറഞ്ഞു വിടുന്നത്, റിലീസിങ് ഹോർമോണുകളെ അല്ലേ. അപ്പോൾ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് സെൽ ഡിവിഷൻ പ്രോസസ് ആയിട്ടുള്ള മൈറ്റോസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിയോസിസ് ഗ്യാമേറ്റ് ഫോം ചെയ്യാൻ റിഡക്ഷൻ ഡിവിഷൻ, ഇത് ഈക്വൽ ഡിവിഷൻ. അതായത് ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെല്ലാവുമ്പോൾ 2 സെല്ല് ഒരുപോലെ ഇരിക്കും കാണാൻ. അതാണ് മൈറ്റോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെല്ല് വലുതാവാനും നമ്മുടെ ശരീരം വലുതാവാനും കാരണമാകുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷനിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് പലതരം അസുഖങ്ങൾ വരും. നിങ്ങൾ ഗ്രേറ്റ് കാളിയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതുപോലെ നമുക്ക് ഈ പറയുന്ന വളർച്ച മുരടിച്ച് ഇതുപോലത്തെ കുഞ്ഞു മനുഷ്യരെയും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ സൊമാറ്റോട്രോഫിൻ്റെ അളവ് കുറയുമ്പോൾ വളർച്ച കുറയും. ഉണ്ടാകുന്ന അസുഖം ഡോർഫിസം. സൊമാറ്റോട്രോഫിൻ്റെ അളവ് കൂടുമ്പോൾ വലിയ പൊക്കമുള്ള ആൾക്കാരുണ്ടാവും. അതിൻ്റെ പേര് ജൈജാൻറ്റിസം. എന്നാൽ വളർച്ച എത്തിയതിനു ശേഷം, നമുക്ക് ഒരുവിധം വളർച്ച എത്തിയതിനു ശേഷം, അതായത് നമ്മുടെ ഈ വളർച്ചാ ഫേസ് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഇത് അധികമായി ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ഉണ്ടാകുന്നതാണ് അക്രോമെഗലി. ഇതാണ് അക്രോമെഗലി. 3 പഠിച്ചു വെക്കണം. അപ്പോൾ ഡോർഫിസോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൊമാറ്റോട്രോഫിൻ ഗ്രോത്ത് ഹോർമോൺ ആണെന്ന് അറിയാമെങ്കിൽ ഡോർഫിസോ എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? സൊമാറ്റോട്രോഫിൻ്റെ അളവ് കുറയുന്നത് കാരണം സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാകും, ഡോർഫിസം. എന്നാൽ പ്രൊഡക്ഷൻ ഓഫ് ദ സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗ്രോത്ത് ഫേസിൽ കൂടുമ്പോഴാണ് ജൈജാൻറ്റിസം ഉണ്ടാകുന്നത്, എക്സസീവ് ആയിട്ടുള്ള ബോഡി ഗ്രോത്ത് ഉണ്ടാകും. എന്നാൽ ഈ പറയുന്ന ഗ്രോത്ത് ഫേസ് ഉണ്ടായതിനു ശേഷമാണ് സൊമാറ്റോട്രോഫിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്നതാണ് അക്രോമെഗലി, എക്സസീവ് ഗ്രോത്ത് ഓഫ് ദ ബോഡി പാർട്സ് സച്ച് എസ് പാംസ്, ഫൂട്ട്സ് ആൻഡ് ജോസ്. കേട്ടോ, വലിയ താടിയും കാര്യമൊക്കെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു നമ്മുടെ ഗ്രേറ്റ് കാളി എന്ന് പറയുന്ന റെസ്ലിങ്ങിലുള്ള ആൾക്ക് ഉണ്ടാകുന്നത് ചിലപ്പോൾ അക്രോമെഗലി ആയിരിക്കാം അല്ലേ. പുള്ളി കണ്ടിട്ട് അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്? വലിയ നീളമുള്ള താടിയൊക്കെ അല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രോത്തും അതുമായി ബന്ധപ്പെട്ട ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ വാട്ടർ ബാലൻസും കൂടെ അങ്ങ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ. പലരും കുറച്ചുകൂടി ലെങ്ത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ 10-22 മിനിറ്റ് ആയതേ ഉള്ളൂ. ഓക്കെ, ഒരു 5 മിനിറ്റ് കൂടെ എടുത്ത് വാട്ടർ ബാലൻസും കൂടെ പറയാം. അപ്പോൾ വാട്ടർ ബാലൻസ് എന്ന് പറയുമ്പോൾ രക്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ആരായിരിക്കും? നമ്മൾ ഇന്ന് പഠിച്ച വാസോപ്രസിൻ ആണ്. അതിൻ്റെ പേരാണ് എന്താ? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം ആൻറ്റി യൂറിക് എന്ന് വെച്ചാൽ യൂറിൻ്റെ അളവ് കുറയ്ക്കും. അപ്പോൾ നമുക്കറിയാം യൂറിൻ്റെ അളവ് കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിച്ച വെള്ളം എന്ത് ചെയ്യുന്നു? യൂറിനായിട്ട് പുറത്തോട്ട് പോകാതെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുക ഒരു പ്രയാസവും ഇല്ല. ഞാൻ ആദ്യം മെക്കാനിസം പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ വീണ്ടും വെള്ളം ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതുകൊണ്ട് വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആരാണ് ADH ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? ഹൈപ്പോതലാമസ്. സ്റ്റോർ ചെയ്യുന്ന ആരാണ്? പോസ്റ്റീരിയർ ലോബ്. അപ്പോൾ അവിടെ നിന്ന് എന്ത് പറ്റും? ഈ പറയുന്ന സെൻസേഷൻ ഉണ്ടാവും. ഹൈപ്പോതലാമസിന് ഇമ്പൽസ് പോകും. എന്താണ്? അപ്പോൾ സ്റ്റിമുലസ് പോയി ഹൈപ്പോതലാമസിലോട്ട് എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കൂടി. അപ്പോൾ എന്ത് പറ്റും? ഈ പറയുന്ന ഹൈപ്പോതലാമസ് എന്ത് റിലീസ് ചെയ്യും? ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ആയിട്ടുള്ള വാസോപ്രസിൻ റിലീസ് ചെയ്യും. വാസോപ്രസിൻ നേരെ പോയിട്ട് ഈ പറയുന്ന കിഡ്നിക്കകത്ത് നമുക്ക് ഈ നെഫ്രോൺസ് ഉണ്ട്. അറിയാവോ ഇങ്ങനെ ഇരിക്കുന്ന നെഫ്രോൺസ് എന്ന് പറയുന്ന സാധനം? ഈ നെഫ്രോൺസിൻ്റെ ട്യൂബുകൾ എടുത്ത് പറയും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന വെള്ളത്തിന് അധികം അബ്സോർബ് ചെയ്യേണ്ട, അതായത് ഈ പറയുന്ന ആൻറ്റി ഡയൂററ്റിക് ഹോർമോണിൻ്റെ അളവ് കുറയും. അപ്പോൾ അധികം വെള്ളമൊന്നും അബ്സോർബ് ചെയ്യേണ്ട, ഉള്ള വെള്ളം മൊത്തം എന്ത് ചെയ്യും? യൂറിനായിട്ട് പോകും. അപ്പോൾ നമ്മുടെ രക്തത്തിലെ വെള്ളത്തിൻ്റെ അളവ് ക്രമേണ കുറയും. എന്നാൽ രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ എന്ത് പറ്റും? അപ്പോഴും ഈ പറയുന്ന ഹൈപ്പോതലാമസും അതുപോലെ ഹൈപ്പോതലാമസ് അറിയും, ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കും, പോസ്റ്റീരിയർ സ്റ്റോർ ചെയ്യും, പോസ്റ്റീരിയർ എന്ത് ചെയ്യും? ഈ പറയുന്ന ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺസിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ അത് ഈ പറയുന്ന നെഫ്രോൺ എടുത്ത് പറയും നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം വെള്ളം തിരിച്ച്, അതായത് നിങ്ങൾ ഈ പറയുന്ന അരിച്ചു കഴിഞ്ഞതിന് ഒന്നുകൂടിയൊക്കെ ഒന്ന് അരിച്ചിട്ട് മാക്സിമം വെള്ളത്തിന് എന്ത് ചെയ്യുക? തിരിച്ചു പിടിക്കാൻ പറയും. തിരിച്ചു പിടിക്കാൻ പറയും. അപ്പോൾ ഈ പറയുന്ന നെഫ്രോൺസ് എന്ത് ചെയ്യും? വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മുടെ രക്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്യും? കൂടും. അങ്ങനെയാണ് നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നത്? വെള്ളത്തിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഹോമിയോസ്റ്റാസിസ്, നോർമൽ എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ ദ ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നപ്പോൾ രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ്, അങ്ങനെ പഠിച്ചു വയ്ക്കണേ, രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞാൽ ADH കൂട്ടും, ADHൻ്റെ അളവ് കൂടും. രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ ADH എന്ത് ചെയ്യും?
കുറയും. അതായത് നിങ്ങൾ ഇത്ര ആലോചിക്കുക, ADH വന്നാൽ യൂറിൻ കുറയും, ആൻറ്റി യൂറിൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ യൂറിൻ കുറയും. യൂറിൻ കുറയുമെന്ന് വെച്ചാൽ വെള്ളം കുറയും. എവിടെ? പുറത്തോട്ട് കളയുന്ന വെള്ളം കുറയും. അപ്പോൾ രക്തത്തിൽ വെള്ളത്തിന് അളവ് എന്ത് ചെയ്യും? അതനുസരിച്ച് കൂടണം. സെറ്റല്ലേ? അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയുമ്പോൾ ക്ലിക്ക് ആവും. കൺഫ്യൂഷൻ വന്നെങ്കിൽ ഒന്ന് കേട്ടോ. വാസോപ്രസൻ എന്ത് ചെയ്യും? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി. എന്ത് പറ്റും? എക്സസീവ് ഹീറ്റും സ്വെറ്റിങ്ങും സംഭവിക്കുമ്പോഴത്തേക്കും സമ്മർ സമയത്താണ് അല്ലേ നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറയും. അതിനെ വിളിക്കുന്ന പേര് ഡീഹൈഡ്രേഷൻ. അപ്പോൾ എന്ത് പറ്റും? വാസോപ്രസിൻ്റെ അളവ് കൂട്ടും. കാരണം രക്തത്തിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ വെള്ളം തിരിച്ച് രക്തത്തിലോട്ട് വരണം. അപ്പോൾ വാസോപ്രസിൻ്റെ അളവ് കൂടും. അതായത് ADHൻ്റെ അളവ് കൂടും. അപ്പോൾ ADHും വാസോപ്രസിനും ഒന്ന് കേൾക്കുമ്പോൾ രണ്ടെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്ത് പറ്റും? ഇത് ഈ പറയുന്ന റീ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് കൂട്ടും. അങ്ങനെ ഈ പറയുന്ന യൂറിൻ്റെ അളവ് കുറയും, രക്തത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് കൂടും. ഇനി ഈ ഡീഹൈഡ്രേഷൻ മാറുന്നു. ഇങ്ങനെ വിൻ്റർ സമയമാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അല്ലേ? എന്ത് പറ്റും? ഡീഹൈഡ്രേഷൻ ഒന്നുമില്ല. ഓക്കെ. അതായത് തണുപ്പത്ത് നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി കുറച്ച് കൂടുതലായിരിക്കും. ചൂടത്താണെങ്കിലും മൂത്രം ഒഴിക്കാൻ തോന്നത്തേ ഇല്ല. ഇതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഡീഹൈഡ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് എന്ത് പറ്റും? ഈ സ്വെറ്റിംഗ് ഒക്കെ കുറവായിരിക്കും, അല്ലെങ്കിൽ സ്വെറ്റിംഗ് കുറവായതുകൊണ്ട് ഡീഹൈഡ്രേഷൻ കുറവായിരിക്കും. അപ്പോൾ റീ അബ്സോർപ്ഷൻ അധികം വേണ്ടി വരത്തില്ല. അപ്പോൾ കിഡ്നിയിൽ ഈ പറയുന്ന ADHൻ്റെ അളവ് കുറയും. അങ്ങനെ എന്ത് പറ്റും? ഈ പറയുന്ന യൂറിൻ്റെ അളവ് അപ്പോൾ കൂടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് എന്ത് ചെയ്യുന്നത്? പുനരാഗീരണത്തിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഡോർഫിസത്തെ മലയാളത്തിൽ വാമനത്വം എന്ന് പറയും. ജൈജാൻറ്റിസത്തിന് ഭീമാകാരത്വം എന്ന് പറയും. അക്രോമെഗലി എന്ന് തന്നെ പറയും. അപ്പോൾ എന്തുവാണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ ശരീര വളർച്ച മുരടിക്കും, വാമനത്വം. എന്നാൽ വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോഫിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കൂടുകയാണെങ്കിൽ അമിതമായി ശരീരം വളരും. അക്രോമെഗലി എന്ന് വെച്ചാൽ എന്താണ്? വളർച്ച പൂർത്തിയായതിനു ശേഷമാണ് സൊമാറ്റോട്രോഫിൻ്റെ അളവ് കൂടുന്നതെങ്കിൽ കൈപ്പത്തി, കാൽപാദങ്ങൾ, താടിയൽ എന്നിവയുടെ നീളം കൂടുന്നതിനെയാണ് അക്രോമെഗലി എന്ന് വിളിക്കുന്നത്. തെറ്റല്ലേ? ഇനി ജലസന്തുലനം അഥവാ എന്താണ്? ഈ പറയുന്ന ഹോമിയോസ്റ്റാറ്റ്സ് ഓഫ് വാട്ടർ. അപ്പോൾ എന്തുവാണ് സംഭവം? വാസോപ്രസിൻ അഥവാ ആൻറ്റി ഡൈയൂററ്റിക് ഹോർമോണുകളാണ് ഇത് ചെയ്യുന്നത്. മലയാളത്തിലും വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ എന്താണ്? ശരീരത്തിൽ ജലസന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് സഹായിക്കുന്ന ADH ആണ്. വേനൽക്കാലത്ത് അമിതമായി നമ്മുടെ വിയർപ്പിലൂടെയും നിർജ്ജലീകരണം, അതാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഇത് വാസോപ്രസിൻ്റെ ഉൽപ്പാദനത്തെ വർദ്ധിപ്പിക്കും. അപ്പോൾ വാസോപ്രസിൻ വന്നിട്ട് എന്ത് പറ്റും? വൃക്കകളുടെ അടുത്ത് പറയും ജലത്തിന് എന്താണ്? പുനരാഗീരണം ചെയ്തിട്ടാണ് ഞാൻ വേറെന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ. വർദ്ധിപ്പിക്കും. അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും? മൂത്രത്തിൻ്റെ ഉൽപ്പാദനം കുറയും. അപ്പോൾ ചൂട് സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നതെന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയൂലേ, സമ്മർ സമയത്ത് യൂറിൻ്റെ പ്രൊഡക്ഷൻ കുറയാൻ കാരണം സമ്മർ സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാകും. അങ്ങനെ നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ADH എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ അത് രക്തത്തിൽ നിന്നും ഈ പറയുന്ന യൂറിനിൽ നിന്നും, മൂത്രത്തിൽ നിന്നും വെള്ളത്തിനെ തിരിച്ച് രക്തത്തിലോട്ട് ആഗിരണം ചെയ്യുമ്പോൾ യൂറിൻ്റെ അളവ് എന്ത് ചെയ്യും? അതനുസരിച്ച് കുറയും. ഇതാണ് സംഭവം. ഓക്കെ അല്ലേ? പടം എഴുതാൻ ഇനി പറ്റത്തില്ല നിങ്ങളെ കൊണ്ട്. അപ്പോൾ സൂചനകൾ അനുസരിച്ചിട്ട് ADHൻ്റെ ഉൽപ്പാദനം കൂടും. എപ്പോഴായിരിക്കും ADHൻ്റെ ഉൽപ്പാദനം കൂടുന്നത്? ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ. ADHൻ്റെ ഉൽപ്പാദനം കുറയുമ്പോൾ എന്താണ്? അത് ഈ പറയുന്ന വിൻ്റർ സമയത്ത്. വൃക്കകൾ ജലത്തിൻ്റെ പുനരാഗിരണം കൂടുന്നപ്പോഴാണ്? ADH കൂടുമ്പോൾ. വൃക്കകൾ ജലത്തിൻ്റെ പുനരാഗിരണം കുറയുന്ന എപ്പോഴാണ്? ADH കുറയുമ്പോൾ. മൂത്രത്തിന് ഉൽപ്പാദനം കുറയുന്നപ്പോഴാണ്? ADH കൂടുമ്പോൾ. മറ്റേതാകുമ്പോൾ ADH കുറയുമ്പോൾ. പറയാൻ പറ്റത്തില്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞതാണ്. അരമണിക്കൂറോളമായി നമ്മൾ നിർത്തുകയാണ്. ഇനി പ്രത്യുൽപാദനവും ജനനവും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായി ഉറപ്പായിട്ടും അത് കമൻറ്റിലൂടെ പറയണം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ